വാർത്ത. ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി സ്മാർട്ട് ക്രിയേഷൻസ് മുൻ അഭിഭാഷകൻ കെ വി പ്രദീപിനെ നിയമിച്ചതിൽ സർക്കാർ പ്രതിരോധത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കേസിലെ പ്രതിയുടെ വക്കീൽ തന്നെ ദേവസ്വം അഭിഭാഷകനായി എത്തുന്നതാണ് വിവാദമായത്. മേഘ്ന മുരളിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അത് മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷന് വിട്ടതാണ്, മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനവും എടുത്തത് എന്ന് ഇന്നലെ ഒടുവിൽ കെ മുരളീധരൻ പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞത് പ്രതികളുടെ ദൗർബല്യം അറിയാവുന്ന ആൾ വക്കീലായി വരുന്നത് നല്ലതാണല്ലോ, പ്രതിഭാഗത്തിന്റെ ദൗർബല്യം അറിയാവുന്ന ആൾ വരുന്നത്. പക്ഷേ ഈ ന്യായങ്ങളൊന്നും വിലപ്പോകുന്നില്ല, അല്ലെങ്കിൽ കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ സ്വർണ്ണക്കൊള്ള കേസിലെ UDFന്റെ രാഷ്ട്രീയ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് വരുമ്പോൾ ഇനി എന്താണ് പോംവഴി? ഗോകുൽ, തീർച്ചയായും UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് അത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാക്കി തന്നെയാണ്. അതും ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ പ്രതിഭാഗത്തിൽ നിന്ന് തന്നെ പ്രതിഭാഗം സ്മാർട്ട് ക്രിയേഷൻസിന്റെ മുൻ അഭിഭാഷകനായിട്ടുള്ള KB പ്രദീപിനെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. അതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 9ാം പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അതിന്റെ മുൻ അഭിഭാഷകൻ, ഈ മാധ്യമങ്ങളടക്കം ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗമറിയാനായി അതിന്റെ വിശദീകരണങ്ങളൊക്കെ അറിയാനായി KB പ്രദീപിനെ സമീപിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോഴാണ് പുതിയൊരു നിയമനം ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ടൊരു നിയമനം ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇനി ഹൈക്കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അത് ആദ്യം പരിശോധിക്കുക, ആദ്യം കൈകളിലെത്തുക സർക്കാർ പ്ലീഡർക്കാണ്, സർക്കാർ അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം എത്തുക ഈ പ്രതിഭാഗത്തിന്റെ മുൻ വക്കീലിനായിരിക്കും എന്നുള്ളതാണ്. അത് യഥേഷ്ടം പരിശോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു ആശങ്കയായി വരികയും ചെയ്യുന്നത്. അതിൽ കെ മുരളീധരന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അത് VD സതീശന്റെ മേൽനോട്ടത്തിൽ നടത്തിയ ഒരു നിയമനം എന്നുള്ളതാണ്. മുന്നേ ദേവസ്വം ബോർഡിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പ്രത്യേക ഒരു പോസ്റ്റ് തസ്തിക നിർമ്മിച്ചാണ് ഇപ്പോൾ KB പ്രദീപിനെ അവിടെ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു നിയമനം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് അത്ര ലാഘവത്തോടെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കൂടാതെ അത് വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെയാണോ ഈ നിയമനം നടത്തിയതെന്നടക്കമുള്ള ചോദ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും അതിൽ ഈ പ്രതിഭാഗത്തിന്റെ വക്കീലിനെ നിയമിച്ചതിൽ വലിയ ഒരു വിമർശനം ഉയരുന്നുണ്ട്. സർക്കാർ പ്രതിരോധത്തിലാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ഗൗരവമുള്ള ഒരു നിയമനമായി തന്നെയാണ് ഇതിനെ കാണാനും കഴിയുക. കാരണം ഈ രേഖകളൊക്കെ ഒരു പ്രതിയുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നുള്ള കാര്യമാണ് ഒരാശങ്കയായി വരുന്നത്. അതുപോലെ തന്നെ SIT സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളും കൂടുതൽ ആദ്യം കാണാനാവുക ഈ പ്രതിഭാഗത്തിന്റെ മുൻ അഭിഭാഷകനായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വിലയിരുത്തേണ്ടത്. തീർച്ചയായും ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദവും വിമർശനവും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ. മുമ്പുണ്ടായിരുന്ന സീനിയർ പ്ലീഡർ ഇല്ല, ഈ സ്പെഷ്യൽ പ്ലീഡറെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കായിരിക്കും എല്ലാ കേസുകളും വരിക. അദ്ദേഹം മുമ്പ് അമിക്കസ് ക്യൂറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രവൃത്തി പരിചയമായി പറയുമെങ്കിൽ പോലും പ്രധാനപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനായിരുന്നു എന്നത് അവിടെ തന്നെ നിലനിൽക്കും. അത് വലിയ വിമർശനവും ഉയർത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.